بسم الله الرحمن الرحيم السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين. أما بعد. നിച്ച് ഓഫ് ട്രൂത്ത് സംഘടിപ്പിക്കുന്ന ഈ സ്നേഹസംവാദത്തിലേക്ക് എത്തിയ എല്ലാ ആളുകളെയും സ്വാഗതം ചെയ്യുന്നു. മാനവ ഐക്യം വേദപ്രമാണങ്ങളിലൂടെ എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രാമാണികമായ വസ്തുതകളെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് നിച്ച് ഓഫ് ട്രൂത്ത് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. മനുഷ്യഹൃദയങ്ങളിലേക്ക് ദൈവീകമായ സന്ദേശം എത്തിക്കുക എന്നുള്ളതാണ് ഈ പ്രബോധിത സമൂഹത്തോട് ആ ബാധ്യത നിറവേറ്റുകയാണ് ഇതുവഴി നാം ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, പ്രാമാണികമായി, വസ്തുതാപരമായി, വസ്തുനിഷ്ഠമായി കാര്യങ്ങളെ അവതരിപ്പിക്കുക മാത്രമാണ് നാം ചെയ്യുന്നത്. സ്വന്തം അഭിപ്രായങ്ങൾക്കോ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കോ യാതൊരുവിധ മുൻഗണനയോ പ്രാധാന്യമോ നൽകാതെ ദൈവം മനുഷ്യരോട് എന്ത് ചെയ്യാൻ പറഞ്ഞു, മനുഷ്യർക്ക് എന്ത് കർമ്മങ്ങൾ ചെയ്യാൻ മാർഗദർശനം നൽകി, ഇവയെല്ലാം മനുഷ്യനെ നിഷ്പക്ഷമായി കൊണ്ട് പഠിപ്പിക്കുകയും അവതരിപ്പിക്കുകയുമാണ് ഈ പ്രോഗ്രാമിലൂടെ ഞങ്ങൾ ചെയ്യുന്നത്. ഈ വിഷയാവതരണവും തുടർന്നുള്ള ചോദ്യോത്തര വിഭാഗവും പൂർണ്ണമായും സഹകരിച്ച് ശ്രദ്ധിച്ച് കേട്ടുകൊണ്ട് സ്വന്തം ജീവിതത്തെ ഓരോരുത്തരും അവലോകനം ചെയ്യണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി നിങ്ങളെ എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് വിഷയാവതരണത്തിന് വേണ്ടി ബഹുമാന്യനായ സുബൈർ പീഡിയക്കലിനെ ഞാൻ ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി അസ്സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹന്നാസു ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസ വജഅൽനാകും ശുഊബൻ വകബാഇല ലിതആറഫു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും ഇന്നല്ലാഹ അലീമുൻ ഖബീർ. സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, നാട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്രഷ്ടാവും സംരക്ഷകനുമായ കാരുണ്യവാനായ അല്ലാഹുവിൽ നിന്നുള്ള ശാന്തിയും സമാധാനവും സദാ നിങ്ങളിൽ വർഷിക്കുമാറാകട്ടെ. നിച്ച് ഓഫ് ട്രൂത്ത് സംഘടിപ്പിച്ച സ്നേഹ സംവാദത്തിന് സാക്ഷികളാവുകയാണ് നാം ഓരോരുത്തരും. ഈ സായാഹ്ന സംവാദത്തിന് തുറന്ന ചർച്ചക്കായി നാം തെരഞ്ഞെടുത്തിട്ടുള്ള വിഷയം മാനവ ഐക്യം വേദപ്രമാണങ്ങളിലൂടെ. മർമ്മപ്രസക്തമായ ഈ വിഷയത്തെ നിശ്ചയിക്കപ്പെട്ട സമയ പരിധിക്കകത്തു നിന്നുകൊണ്ട് വിശദീകരിക്കുവാനാണ് ഈ ഉള്ളവൻ താൽപ്പര്യപ്പെടുന്നത്. തുറന്ന മനസ്സോടെ ഈ വിഷയത്തെ, വിശദീകരണത്തെ നോക്കിക്കാണണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, മാനവ ഐക്യം നമ്മുടെയെല്ലാം ആഗ്രഹവും സ്വപ്നവുമാണ്. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, നമ്മുടെ ആഗ്രഹത്തെയും
നമ്മുടെ സ്വപ്നത്തെയെല്ലാം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് മനുഷ്യ മനസ്സുകൾ അകലുകയും എല്ലാ അർത്ഥത്തിലുമുള്ള കൊലയും കൊള്ളയും അതിക്രമങ്ങളും വർഗീയ സംഘടനകളും തീവ്രവാദ വർഗീയവാദ പ്രവർത്തനങ്ങളും വിഭാഗീയ നടപടിക്രമങ്ങളും ഇന്നിൻ്റെ സമാധാന അന്തരീക്ഷത്തെ പിച്ചിച്ചീന്തിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സുകൾ അകന്നുകൊണ്ടേയിരിക്കുന്നു. മനസ്സുകളിൽ പകയും വിദ്വേഷവും പതഞ്ഞ് പൊന്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക ഘട്ടത്തിലേക്ക് ശാന്തിയും സമാധാനവും സ്വസ്ഥതയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദിവസങ്ങൾ ചുറ്റുപാടുകളിലേക്ക് കണ്ണോടിക്കുമ്പോൾ മനുഷ്യന്റെ ജീവന് ഒരു വിലയും കൽപ്പിക്കാതെ എല്ലാ അർത്ഥത്തിലുമുള്ള ക്രൂരമായ നടപടിക്രമങ്ങൾക്ക് ലോകം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ. എങ്കിലും എല്ലാവരുടെയും മനസ്സിന്റെ അകത്തളത്തിൽ നിന്ന് ഉയർക്കൊള്ളുന്നൊരു ചിന്ത, പരിഹാരമുണ്ടാകണം, സമാധാനമുണ്ടാകണം, സ്വസ്ഥതയുണ്ടാകണം, ഐക്യമുണ്ടാകണം, ഇണക്കമുണ്ടാകണം. എന്താണ് അതിനുള്ള പരിഹാര മാർഗം? ജാതിയുടെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ദേശത്തിൻ്റെയും ഭാഷയുടെയും വംശീയതയുടെയും പേരിലുള്ള നിരന്തരമായ സംഘട്ടനങ്ങൾക്കും സംഘർഷങ്ങൾക്കും സാക്ഷ്യം വഹിക്കുകയാണ് ഇന്ന് ലോകം. ജാതീയതയുടെ പേരിലുള്ള കൊടും ക്രൂരതകൾക്ക് ഇന്നും നാം സാക്ഷികളായിക്കൊണ്ടേയിരിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് മലയാളത്തിൻ്റെ മഹാകവി കുമാരനാശാൻ തൻ്റെ ദുരവസ്ഥ എന്ന കാവ്യ സമാഹാരത്തിൽ മലയാള മണ്ണിനെ സ്വാധീനിച്ചിരുന്ന ജാതീയതയുടെ ദുഷ്ടമുഖങ്ങളെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, കെട്ടില്ലാത്തോർ, തമ്മിലുണ്ണാത്തോരിങ്ങനെ ഒട്ടല്ലഹോ ഈ ജാതി കോമരങ്ങളെന്ന്. തൊട്ടുകൂടായ്മയുടെയും തീണ്ടിക്കൂടായ്മയുടെയും മണ്ണ്, ജാതീയത അതിൻ്റെ എല്ലാ ക്രൂര മുഖങ്ങളും സ്വീകരിച്ചിരുന്ന ഒരു മണ്ണ്. ഇന്നും ആ കറ ഇന്നിൻ്റെ മനസ്സുകളിൽ നിന്ന് പാടെ പോയിട്ടില്ല, അവശേഷിക്കുന്നു. ജാതീയതയുടെ പേരിലുള്ള സംഘട്ടനങ്ങൾക്കും സംഘർഷങ്ങൾക്കും ജാതി കലാപങ്ങൾക്കും ഉത്തരേന്ത്യ ഓരോ ദിവസവും സാക്ഷ്യം വഹിക്കുന്നു. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിലെ മുതക്കുളത്തൂർ എന്ന പ്രദേശത്ത് ജാതി കലാപത്തിന്റെ ഭാഗമായി ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകൾ, കീഴാള ജാതിയിൽപ്പെട്ട ആളുകൾ താമസിക്കുന്ന പ്രദേശം മുഴുവൻ അഗ്നിക്കിരയാക്കിയ ഒരു കാലം. നിരവധി വീടുകൾ കത്തിച്ചാമ്പലാക്കപ്പെട്ടു. 2 മാസവും 3 മാസവും മാത്രം പ്രായമുള്ള ചോര പൈതലുകൾ അഗ്നിക്കിരയായ അവസ്ഥകൾ. നിരവധി കുടുംബങ്ങൾക്ക് കുടുംബനാഥന്മാരില്ലാത്ത അവസ്ഥകൾ. ഇത്തരം സംഘർഷങ്ങൾക്ക് ഇന്നും ഇന്ത്യ മഹാരാജ്യം നിരന്തരമായി ഈ ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യത്തിന്റെ മുന്നിൽ ഞെട്ടിത്തെരിച്ചു നിൽക്കുകയാണ്. ഉത്തരേന്ത്യയിൽ ചത്ത പശുവിന്റെ തോലുരിച്ച കാരണത്താൽ കീഴാള വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ജീവനോടെ പച്ചക്ക് തീ കൊളുത്തുന്ന രംഗങ്ങൾക്ക് നമ്മൾ സാക്ഷികളാകുന്നു. കർണാടകയിൽ സവർണ മേധാവികൾ കീഴാളന്മാരെ കൊണ്ട് മനുഷ്യന്റെ മല നിർബന്ധിച്ച് തീറ്റിപ്പിക്കുന്നു. ഉത്തർപ്രദേശിൽ കീഴാള ജാതിയിൽപ്പെട്ട സ്ത്രീയുടെ വസ്ത്രം കീറി വലിച്ചെറിഞ്ഞ് നഗ്നയാക്കി തെരുവിലൂടെ കല്ലെറിയുന്നു. ഇതെല്ലാം നാം കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു. ഈ ജാതീയതയുടെ പേരിലുള്ള ഈ കൊടും ക്രൂരതകളിൽ നിന്ന് മാനവരാശിക്ക് മോചനം വേണം, നിർഭയത്വം ലഭിക്കണം, സ്വസ്ഥതയുണ്ടാകണം. കീഴാളന്റെയും മേലാളന്റെയും മനസ്സുകൾ ഇണക്കപ്പെടണം. സവർണന്റെയും അവർണന്റെയും ഹൃദയങ്ങൾ ഇണക്കി ചേർക്കപ്പെടണം. എന്തുണ്ട് പരിഹാരം? സവർണ മേധാവിത്വ ചിന്തകൾക്ക്, സവർണരുടെയും അവർണരുടെയും മനസ്സുകളെ ഇണക്കി ചേർക്കാൻ ഉതകുന്ന ഒരു ആശയത്തെ, ഒരു മാർഗത്തെ, ഒരു ദർശനത്തെ മുന്നോട്ട് വെക്കാൻ കഴിയുമോ?
ഒരിക്കലുമില്ല, കഴിഞ്ഞിട്ടുമില്ല. വർഗവറിയുടെ പേരിലുള്ള സംഘടനകൾ ഇന്നും ലോകം ഞെട്ടിത്തെരിക്കുകയാണ്. ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ തൊഴിലാളി വർഗത്തിന്റെ മജ്ജയും മാംസവും ഈമ്പിക്കുടിക്കുന്ന രക്തരക്ഷസൻ ചിന്തകൾ വെച്ച് പുലർത്തുന്ന മുതലാളിത്ത വർഗ സംഘങ്ങൾ ലക്ഷക്കണക്കിന് തൊഴിലാളികൾ അറുകൊല ചെയ്തുകൊണ്ട് തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി എന്തു കൊടും ക്രൂരതയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകൾ കഴിഞ്ഞുപോയി. ഇന്നും ഇത്തരത്തിലുള്ള മുതലാളിത്ത വർഗ ചിന്തകൾ തൊഴിലാളി വർഗത്തെ പീഡിപ്പിക്കുകയും മുതലാളി വർഗത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി എന്തും ചെയ്യുന്ന, ഏത് കൊടും ക്രൂരതയും ചെയ്യാൻ മടിയില്ലാത്തൊരവസ്ഥ ഇന്നും നിലനിൽക്കുന്നുണ്ട്. രക്തമൊഴുകുന്ന കരങ്ങളുമായി മുതലാളി വർഗത്തിന്റെ സർവനാശത്തിന് വേണ്ടി തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളുടെ ശക്തമായ മുന്നോട്ടുള്ള പടയോട്ടങ്ങൾക്കും ലോകം സാക്ഷ്യം വഹിച്ചു. ഉക്രൈനിൽ 2 കോടിയിലധികം വരുന്ന കർഷകരെ പട്ടിണിക്കിട്ടു കൊല്ലുന്ന നടപടിക്രമങ്ങളിലേക്ക് ഇത്തരം വർഗ സംഘടനകൾ വഴിമാറിപ്പോകുന്നു. മുതലാളി തൊഴിലാളി മനസ്സുകളെ ഇണക്കി ചേർക്കപ്പെടാൻ ഉതകുന്ന ഒരാശയം എവിടെ? മുതലാളിത്ത വർഗ തത്വചിന്താ പ്രസ്ഥാനങ്ങൾക്കോ തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങൾക്കോ തൊഴിലാളിയുടെയും മുതലാളിയുടെയും മനസ്സുകളെ ഇണക്കി ചേർക്കാൻ ഉതകുന്ന ഒരാശയത്തെ, ഒരു സന്ദേശത്തെ ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അവയെല്ലാം ലോക ചരിത്രത്തിൽ പരാജയത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെട്ട അവസ്ഥയിൽ പരിഹാരമാർഗമുണ്ടാകണം. എവിടെ പരിഹാരം? വർണ്ണവെറിയുടെ പേരിലുള്ള ദുരന്ത കാഴ്ചകൾ നാം കണ്ടുകൊണ്ടേയിരിക്കുന്നു. തൊലി കറുത്തുപോയി എന്നൊരൊറ്റ കാരണത്താൽ അവനെ കള്ളനെന്നും അവളെ കള്ളിയെന്നും വിളിക്കുന്നു നമ്മുടെ സാക്ഷര കേരളം പോലും. തൊലി കറുത്തുപോയി എന്നൊരൊറ്റ കാരണത്താൽ വേട്ട നായക്കൾക്ക് മുന്നിൽ കറുത്ത മുത്തുകളെ വലിച്ചെറിഞ്ഞു കൊടുക്കുന്നു തൊലി വെളുത്ത വള്ളക്കാരായ ആളുകൾ. തൊലി കറുത്തുപോയി എന്നൊരൊറ്റ കാരണത്താൽ യൂറോപ്പിലെ ചില നക്ഷത്ര സൗധങ്ങളിൽ, നക്ഷത്ര ഹോട്ടലുകളിൽ, 5 സ്റ്റാർ 7 സ്റ്റാർ ഹോട്ടലുകളിൽ കറുത്തവന് പ്രവേശനമില്ല. തൊലി കറുത്തുപോയി എന്നൊരൊറ്റ കാരണത്താൽ. കറുത്തവന്റെയും വെളുത്തവന്റെയും മനസ്സുകളെ ഇണക്കി ചേർക്കാൻ ഉതകുന്ന ഒരാശയം എവിടെ? ആദർശം എവിടെ? കറുത്തവന്റെയും വെളുത്തവന്റെയും മനസ്സുകളെ ഇണക്കി ചേർക്കപ്പെടേണ്ടതുണ്ട്. പരിഹാരമാർഗം എവിടെ? വംശീയതയുടെ പേരിലുള്ള അതിക്രമങ്ങൾക്ക് ലോകം സാക്ഷ്യം വഹിച്ചു. ആര്യവംശീയത തലക്ക് പിടിച്ച ഹിറ്റ്ലർ 10,000 ജൂതന്മാരെ അറുകൊല ചെയ്തു. എന്നാൽ ഇന്ന് ഇസ്രായേൽ വംശീയത തലക്ക് പിടിച്ച ഇസ്രായേല്യർ ഫലസ്തീനിലെ പിഞ്ചോമന മക്കളുടെ നെഞ്ചത്ത് സംഹാരതാണ്ഡവം ആടിക്കൊണ്ടിരിക്കുന്നു. ആര്യവംശീയതയിൽ നിന്ന്, ഇസ്രായേൽ വംശീയതയിൽ നിന്ന്, എല്ലാ അർത്ഥത്തിലുള്ള വംശീയതയിൽ നിന്ന് മാനവരാശിക്ക് നിർഭയത്വവും സുരക്ഷിതത്വവും ഉണ്ടാകണം. മനുഷ്യർക്കിടയിൽ ഇണക്കവും ഐക്യവും ഉണ്ടാകണം. എന്തുണ്ട് പരിഹാരം? എവിടെയാണ് പരിഹാരം? ആരാണ് കൃത്യമായ പരിഹാരമാർഗം നിർദ്ദേശിക്കുന്നത്? എവിടെ നിന്നാണ് കൃത്യമായൊരു പരിഹാര മാർഗം നമുക്ക് ലഭിക്കുക? ഭാഷാ വൈര്യത്തിന്റെ പേരിലുള്ള പ്രശ്നങ്ങൾ ഐക്യരാഷ്ട്രസഭ വിളിച്ചുകൂട്ടിയ ഉന്നത യോഗങ്ങളിൽ പോലും ഫ്രഞ്ച്, ഇംഗ്ലീഷ് ഭാഷകൾ സംസാരിക്കുന്ന ലോക നായകന്മാർ തമ്മിൽ തെറിയഭിഷേകം നടത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വഴിമാറിപ്പോകുന്നു. ബിഹാറികളും അസമികളും ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വാളെടുത്തതും പരസ്പരം വെട്ടിക്കീറിയതും ഇതേ ഭാഷയുടെ പേരിൽ. ഹിന്ദി ഭാഷയിൽ എഴുതിയ ബോർഡുകളെല്ലാം തച്ചു തകർത്തുകൊണ്ട് ഹിന്ദി ഭാഷയോടുള്ള അറപ്പും വെറുപ്പും പ്രകടിപ്പിക്കുന്നത് തമിഴ് മക്കളാണ്. ഇങ്ങനെ ഭാഷാവൈര്യം ഇന്നും നമുക്കിടയിൽ അതിൻ്റെ ക്രൂരമുഖങ്ങൾ സ്വീകരിച്ചു കൊണ്ടേയിരിക്കുന്നു. മാറ്റമുണ്ടാകണം, പരിഹാരമുണ്ടാകണം, ഐക്യമുണ്ടാകണം. എവിടെ പരിഹാരമാർഗം? ഇവിടെയാണ് വളരെ കൃത്യമായി ശാന്തിയുടെയും സമാധാനത്തിന്റെയും മാനവ ഐക്യത്തെക്കുറിച്ചും മാനവ സാഹോദര്യത്തിന്റെയും മഹിതമായ സന്ദേശങ്ങളെ മനുഷ്യ മനസ്സുകൾക്ക് പകർന്നു നൽകുന്ന ഇസ്ലാമിന്റെ പ്രസക്തി. ദൈവമൊന്ന്, മാനവരൊന്ന് എന്ന മഹിതമായ ആശയത്തിലൂടെ മാത്രമേ, ശുദ്ധ ഏകദൈവ വിശ്വാസത്തിലൂടെ മാത്രമേ ഈ സൃഷ്ടി മഹാപ്രപഞ്ചത്തിനൊരു നാഥനുണ്ട് എന്നും അവന്റെ സൃഷ്ടികളാണ് സകല മനുഷ്യരെന്നും ഒരു മാതാവിന്റെയും പിതാവിന്റെയും മക്കളാണ് ലോകത്തെ മുഴുവൻ മനുഷ്യരെന്നുള്ള മഹിതമായ ആശയത്തിലൂടെ, മഹിതമായ ആദർശത്തിലൂടെ മാത്രമേ ആത്യന്തികമായി മനുഷ്യ മനസ്സുകൾക്കിടയിൽ ഇണക്കവും ഐക്യവും ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആൻ 49-ാം അധ്യായം സൂറ ഹുജറാത്തിന്റെ 13-ാമത്തെ വചനത്തിലൂടെ വളരെ കൃത്യമായി മാനവ ഐക്യത്തെക്കുറിച്ച്, മാനവ സാഹോദര്യത്തെക്കുറിച്ച് ലോകത്തോട് സംസാരിക്കുന്നത്. യാ അയ്യുഹന്നാസു ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസ വജഅൽനാകും ശുഉബൻ വകബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും ഇന്നല്ലാഹു അലീമുൻ ഖബീർ. ജനങ്ങളെ എന്ന് അഭിസംബോധന ചെയ്യുന്നു ഖുർആൻ.
മജ്ജയും മാംസവുമുള്ള പച്ചയായ മനുഷ്യരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ലോകങ്ങളുടെ നാഥന് പറയാനുള്ള ചില കാര്യങ്ങൾ. നിങ്ങളെ നാം സൃഷ്ടിച്ചത് ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ്. വ്യത്യസ്ത ഗോത്രങ്ങളും ജനപദങ്ങളുമാക്കി നാം നിങ്ങളെ തിരിച്ചത് ജാതിയുടെ, വർഗത്തിന്റെ, വർണ്ണത്തിന്റെ, ദേശത്തിന്റെ, വംശീയതയുടെ പേരിൽ പരസ്പരം വെട്ടാനും കുത്താനും കൊല്ലാനും നശിപ്പിക്കാനും തീവ്രവാദ വർഗീയവാദ പ്രവർത്തനങ്ങൾക്ക് തിരികൊളുത്തി നിലനിൽക്കുന്ന സമാധാനാന്തരീക്ഷത്തെ പിച്ചിച്ചീന്തുവാനും വേണ്ടിയല്ല, മറിച്ച് ലിതഅറഫ്, നിങ്ങൾ പരസ്പരം അറിയാനും മനസ്സിലാക്കാനും വേണ്ടി. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും ഇന്നല്ലാഹു അലീമുൻ ഖബീർ. സട്ടാവും സംരക്ഷകനുമായ ഏകനായ ഉടയ തമ്പുരാന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനവും മാനവും മഹിതമായ പദവിയുമുള്ളത് നിങ്ങളുടെ കൂട്ടത്തിൽ ധർമ്മനിഷ്ഠയിൽ അധിഷ്ഠിതമായി ജീവിതത്തെ പരിവർത്തിപ്പിക്കുന്നവനാണ്. അതല്ലാതെ തൊലിവെളുത്തു എന്നൊരൊറ്റ കാരണത്താൽ ദൈവം തമ്പുരാന്റെ മുന്നിൽ, പടച്ചറബിന്റെ മുന്നിൽ അവന് പ്രത്യേക പരിഗണനയോ, അവൻ പണക്കാരനാണ് എന്നൊരൊറ്റ കാരണത്താൽ സട്ടാവായി ഉടയ തമ്പുരാന്റെ മുന്നിൽ അവന് പ്രത്യേക മുൻഗണനയോ, അവൻ ആരോഗ്യ ദൃഢഗാപ്തനാണ് എന്നൊരൊറ്റ കാരണത്താൽ ഉടയ തമ്പുരാന്റെ മുന്നിൽ പ്രത്യേകമായ പദവിയോ, അവൻ ഉന്നത തറവാട്ടിൽ ജനിച്ചു ഉന്നത കുല ജാതിയിലെ അംഗമാണ് എന്ന കാരണത്താൽ അവന് പ്രത്യേകമായ പദവിയോ ഇല്ല. ധർമ്മനിഷ്ഠയിൽ അധിഷ്ഠിതമായ ജീവിതമാണ്. സട്ടാവും സംരക്ഷകനുമായി ഉടയ തമ്പുരാന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനവും മാനവും പദവിയും നേടിയെടുക്കാനുള്ള മാർഗമെന്ന് ലോകത്തെ പഠിപ്പിക്കുകയാണ് ഇസ്ലാം. ഈ ആയത്തിനെ വിശദീകരിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കുല്ലുക്കും മിൻ ആദം, ആദം മിൻ തുറാബ്. നിങ്ങൾ ഏവരും ആദി പിതാവായ ആദമിന്റെ സന്തതികളാണ്. ആദമാകട്ടെ, മനുഷ്യനായ ആദി പിതാവായ ആദമാകട്ടെ മണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. യഥാർത്ഥത്തിൽ മാനവ ഐക്യത്തെക്കുറിച്ച്, മാനവ സാഹോദര്യത്തെക്കുറിച്ച് കൃത്യമായ പരിഹാരം നിർദ്ദേശിക്കുകയാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ, ഇസ്ലാം. യഥാർത്ഥത്തിൽ മാനവ ഐക്യത്തെക്കുറിച്ചും മാനവ സാഹോദര്യത്തെക്കുറിച്ചുള്ള സൂചനകൾ ഹൈന്ദവ ക്രൈസ്തവ ദാർശനിക പ്രമാണങ്ങളിലൂടെ കണ്ണോടിക്കുമ്പോൾ ചില സൂചനകൾ നമുക്ക് വായിക്കാൻ കഴിയും. പ്രത്യേകിച്ച് ഹൈന്ദവ ദാർശനിക പ്രമാണങ്ങളെ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുത്ത പൗരാണികരായ ഋഷിവര്യന്മാർ മാനവ ഐക്യത്തെക്കുറിച്ചും സാഹോദര്യത്തെക്കുറിച്ചും സംസാരിച്ചു പോയി. ബാന്ധവ മാനവ സർവേ സ്വദേശ ഭുവനത്രയമെന്ന്. സകല മനുഷ്യരും ബന്ധുക്കളാണ്, അവരുടെ സ്വദേശമാണ് ഭൂമി എന്ന സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ, ഐക്യത്തിന്റെ സന്ദേശങ്ങൾ മുന്നോട്ട് വെച്ച പൗരാണികരായ ഋഷിവര്യന്മാർ. ഈ ആശയവും ആദർശവും നെഞ്ചിലേറ്റുന്ന ഒരു ഹൈന്ദവ സഹോദരന് എങ്ങനെയാണ് മുസ്ലിങ്ങളെ ഭാരതാംബയിലെ കണ്ണിലെ കരടുകളായി നോക്കിക്കാണാനാവുക? മറ്റിതര മത വിശ്വാസ നെഞ്ചിലേറ്റിയ ആളുകളെ ഇത്തരത്തിലെ കണ്ണിലെ കരടുകളായി മുദ്രകുത്താൻ എങ്ങനെയാണ് കഴിയുക? നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച മഹാനായ പ്രവാചകൻ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വചനത്തിൽ അയൽക്കാരൻ ആരുമാകട്ടെ, ശമര്യക്കാരനാകട്ടെ, ഇനി മറ്റേതെങ്കിലും വ്യത്യസ്ത ജാതിയിൽപ്പെട്ട ആളുകളാകട്ടെ, അതെ, അയൽക്കാരനെ പരിഗണിക്കണം, സ്നേഹിക്കണം എന്ന് പഠിപ്പിച്ച മഹാനായ പ്രവാചകൻ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം. ഈ ആശയത്തെ നെഞ്ചിലേറ്റുന്ന ഒരു ക്രൈസ്തവനെ എങ്ങനെയാണ് താടിവെച്ച മുസൽമാന്റെ കഴുത്തെറുക്കാനാവുക? കുങ്കുമം ചാർത്തി ഹൈന്ദവ സഹോദരന്റെ ഗളച്ഛേദം നിർവഹിക്കാൻ എങ്ങനെയാണ് അവന് കഴിയുക? കുല്ലുക്കും മിൻ ആദം, ആദം മിൻ തുറാബ് എന്ന് പഠിപ്പിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകന്റെ മഹിതമായ ആശയത്തെ നെഞ്ചിലേറ്റുന്ന ഒരു മുസ്ലിമിനെ എങ്ങനെയാണ് കുങ്കുമം ചാർത്തിയ ഹൈന്ദവ സഹോദരന്റെ കഴുത്തെറുക്കാനും കുരിശുമാല അണിഞ്ഞ ക്രൈസ്തവ സഹോദരന്റെ ശിരസ് പിളർക്കാനും കഴിയുക? ഒരിക്കലുമില്ല. അതുകൊണ്ട് പരസ്പരം അറിയാനും മനസ്സിലാക്കാനും തുറന്ന് ചർച്ച ചെയ്യാനുള്ള സന്മനസ്സുണ്ടാകണമെന്ന് ചുരുക്കം. ഇസ്ലാം, വിശുദ്ധ ഖുർആൻ മാനവ സാഹോദര്യത്തെക്കുറിച്ചും മാനവ ഐക്യത്തെക്കുറിച്ചുള്ള സന്ദേശവും ആദർശവും മുന്നോട്ട് വെച്ച്, ഒരു ആയത്ത് മുന്നോട്ട് വെച്ച് മിണ്ടാതിരിക്കുകയല്ല റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്. ആ ആയത്ത് ജനമനസ്സുകൾക്ക് പകർന്നു കൊടുക്കുന്നതോടൊപ്പം തന്നെ അതിനനുസരിച്ച് ഒരു സമൂഹത്തെ വളർത്തിയെടുത്തു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റമുണ്ടാക്കുന്നു ആ സമൂഹത്തിൽ. ഗോത്രാധിപത്യ വ്യവസ്ഥ നിലനിന്നിരുന്ന ഒരു കാലഘട്ടം, എല്ലാ അർത്ഥത്തിലും കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ള ഒരു സാഹചര്യം നിലനിന്നിരുന്ന ഒരു കാലഘട്ടം. അവിടെയാണ് തറവാട്ട് മഹിമയും കുലമഹിമയും എല്ലാം തന്നെ നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ, അതിന്റെ പേരിൽ ഹുങ്കും അഹങ്കാരവും ദാർഢ്യവും നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടപെടൽ. മാനവ സാഹോദര്യത്തിന്റെ സന്ദേശവുമായി, ഐക്യത്തിന്റെ സന്ദേശവുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധേയമായ ഇടപെടൽ മാറ്റമുണ്ടായി. ഉന്നത ഗോത്രാംഗമായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയവും കീഴാള വിഭാഗത്തിൽപ്പെട്ട ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയവും ഇണക്കി ചേർക്കപ്പെടുന്നു, ഇണക്കമുണ്ടാകുന്നു, ഐക്യമുണ്ടാകുന്നു. ഇന്നാ ഖലഖനാക മിൻ ദക്കരിൻ വ ഉൻസ എന്ന ആ ആയത്തിന്റെ കാമ്പും കാതലും ഉൾക്കൊണ്ടു ആ മനസ്സുകൾ.
പണക്കാരനായ ഉമറിന്റെയും പണിക്കാരനായ ഉമൈറിന്റെയും ഹൃദയങ്ങൾ ഇണക്കി ചേർക്കപ്പെടുന്നു. യാ യുഹന്നാസിൻ ഖലഖനാക മിൻ ദക്കരിൻ വ ഉൻസ എന്ന ആയത്തിന്റെ ആത്മാവിനെ തൊട്ടറിയുന്നു ഉമറും ഉമൈറും. തൊലി വെളുത്ത ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവും തൊലി കറുത്ത ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയവും ഇണക്കി ചേർന്നു, ഐക്യമുണ്ടാകുന്നു, ഇണക്കമുണ്ടാകുന്നു. യാ യുഹന്നാസു ഇന്നാ ഖലഖനാക മിൻ ദക്കരിൻ വ ഉൻസ എന്ന ആയത്തിന്റെ കാമ്പും കാതലും തിരിച്ചറിയുന്നു ഉസ്മാനും ബിലാലും. അറബിയായ അലി ബിൻ അബി താലിബിന്റെ ഹൃദയവും അനറബിയായ പേർഷ്യക്കാരനായ സൽമാൻ അൽ ഫാരിസിയുടെ ഹൃദയവും ഇണക്കി ചേർക്കപ്പെടുന്നു. അതെ, സൂറ ഹുജറാത്തിലെ 13-ാമത്തെ ആയത്തിന്റെ ആത്മാവിനെ തൊട്ടറിയുന്നു അലിയും സൽമാൻ അൽ ഫാരിസിയും. എവിടെയാണ് ഇതുപോലെ മാറ്റമുണ്ടായത്? ലോക ചരിത്രത്തിൽ ഇത്ര കൃത്യമായ മാതൃകാപരമായൊരു മാറ്റത്തിന് എവിടെയാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഇത്ര കൃത്യമായൊരു മാറ്റം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകട്ടെ, അറബിയായിരുന്നു അദ്ദേഹം. എന്നാൽ അറേബ്യൻ ദേശീയതയ്ക്ക് വേണ്ടി അദ്ദേഹം ഒരിക്കലും വാദിച്ചില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്കാലഘട്ടത്തിലെ ഏറ്റവും ഉന്നത ഗോത്രമായ ഖുറൈശ് ഗോത്രാംഗമായിരുന്നു. എന്നാൽ ഗോത്രാധിപത്യ വ്യവസ്ഥയെ നിലനിർത്തുവാൻ വേണ്ടി അദ്ദേഹം വാദിച്ചില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പുരുഷനായിരുന്നു. ഒരിക്കലും സ്ത്രീകൾ അടിച്ചമർത്തുകയോ പുരുഷ മേധാവിത്വത്തിനു വേണ്ടി വാദിക്കുകയോ ചെയ്തില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൊലി വെളുത്തവനായിരുന്നു. കറുത്ത തൊലിയുള്ളവരുടെ നെഞ്ചത്ത് ചവിട്ടി മാറ്റി നിർത്തുന്ന നടപടിക്രമം നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ കറുത്ത തൊലിയുള്ള ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് എല്ലാ അർത്ഥത്തിലുമുള്ള വിജയത്തിലേക്കും നന്മയിലേക്കും ഉന്നതിയിലേക്കും അവരെ വഴി കാണിച്ചു കൊടുക്കുകയായിരുന്നു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്. ഇതുപോലൊരു മാറ്റം ലോക ചരിത്രത്തിൽ എവിടെയാണ് നമുക്ക് കാണാൻ കഴിയുക? അതുകൊണ്ട് ഹിന്ദുവാകട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ, മുസ്ലിമാകട്ടെ, സിഖുകാരനാകട്ടെ, ജൈനനാകട്ടെ, ബൗദ്ധനാകട്ടെ, പാഴ്സിയാകട്ടെ, അടിസ്ഥാനപരമായും നമ്മൾ മനുഷ്യരാണ്. ആദമിന്റെയും ഹവ്വയുടെയും മക്കൾ തലമുറയിലെ അംഗങ്ങളാണ് നമ്മൾ. നമ്മുടെ മനസ്സുകൾ ഇണക്കി ചേർക്കപ്പെടണമെങ്കിൽ, നമുക്കിടയിൽ ഐക്യവും സ്നേഹവും നിലനിൽക്കണമെങ്കിൽ മടങ്ങി വരേണ്ടതുണ്ട് നമ്മളെല്ലാം നമ്മുടെ സ്രട്ടാവിലേക്ക്, സ്രട്ടാവിന്റെ മാർഗത്തിലേക്ക്. ഹിന്ദുവിനെയും മുസൽമാനെയും ക്രൈസ്തവനെയും മതമുള്ളവനെയും മതമില്ലാത്തവനെയും സിഖുകാരനെയും ജൈനനെയും ബൗദ്ധനെയും പാഴ്സിയെയും സൃഷ്ടിച്ച പരമാണു മുതൽ പരകോടി സൃഷ്ടിവർഗങ്ങളെയെല്ലാം സൃഷ്ടിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഈ മഹാപ്രപഞ്ചത്തിന്റെ അധിപനായ പരമകാരുണ്യകനും കരുണാവാരിധിയുമായ ഏകനായ സട്ടാവിലേക്ക് മടങ്ങി വരിക. അവന്റെ സൃഷ്ടികളാണ് നമ്മളെല്ലാവരും എന്നുള്ള പച്ചപ്പരമ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരിക. ഇതാണ് പരിഹാരമാർഗമെന്ന് വളരെ ഗണ്യതമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ സട്ടാവായി ഉടയത്തമ്പുരാനെ നാം അറിയേണ്ടതുണ്ട്. ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥൻ, സൃഷ്ടി മഹാപ്രപഞ്ചത്തിന്റെ നാഥൻ, ഈ ലോകത്തിനൊരു സൃഷ്ടാവുണ്ട് എന്ന യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. ലോകത്തെ ഏതൊരു സൃഷ്ടിയും, അത് ജ്വലിക്കുന്ന സൂര്യനാകട്ടെ, പ്രഭചരിയുന്ന ചന്ദ്രനാകട്ടെ, മിന്നിത്തിളങ്ങുന്ന പരകോടി നക്ഷത്രങ്ങളാകട്ടെ, മനുഷ്യന്റെ വിരലുകളും മനുഷ്യന്റെ കണ്ണും മനുഷ്യന്റെ നാവും മനുഷ്യ ശരീരത്തിലെ ഓരോ ഘടകങ്ങളും മനുഷ്യന്റെ ശരീരത്തിലെ ഓരോ കോശങ്ങളും സാക്ഷ്യം വഹിക്കുന്നു ഈ ലോകത്തിനൊരു സൃഷ്ടാവുണ്ട് എന്നും. നമുക്ക് ചുറ്റുമുള്ള പറവകളും പക്ഷിമൃഗാദികളും എല്ലാം ഈ ലോകത്തിനൊരു സൃഷ്ടാവുണ്ട് എന്ന യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. അതുകൊണ്ട് സൂര്യനെ കുറിച്ച് പഠിക്കുന്ന, ഭൂമിയെക്കുറിച്ച് പഠിക്കുന്ന, ഒട്ടകത്തെക്കുറിച്ച് പഠിക്കുന്ന, പറവകളെക്കുറിച്ച് പഠിക്കുന്ന, മൃഗങ്ങളെക്കുറിച്ച് പഠിക്കുന്ന, എന്തിന് നമ്മൾ നമ്മുടെ ശരീരത്തെക്കുറിച്ച്, നമ്മുടെ കോശ സംവിധാനങ്ങളെക്കുറിച്ച്, നമ്മുടെ നാഡീ നരമ്പുകളുടെ സംവിധാനങ്ങളെക്കുറിച്ച്, നമ്മുടെ ശരീരത്തിലെ മഹാത്ഭുതമായ നമ്മുടെ തലച്ചോറിന്റെ അത്ഭുതകരമായ ഘടനയെക്കുറിച്ച് പഠിക്കുമ്പോൾ സ്വാഭാവികമായും ഈ മഹാപ്രപഞ്ചത്തിന്റെ മുന്നിൽ വിനയാന്വിതരാകും നമ്മൾ. റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. ഈ മഹാപ്രപഞ്ചത്തിലെ ഒരു സൃഷ്ടിയെയും നീ വൃഥാ സൃഷ്ടിച്ചതല്ല. നീ എത്ര പരിശുദ്ധൻ, നീ എത്ര പരിശുദ്ധൻ എന്ന് പ്രതികരിച്ചു പോകും വിവേകമതികളെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥനിലേക്ക് മടങ്ങണം. ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥനിലേക്ക് തിരിച്ചു വരണം. അവന്റെ സൃഷ്ടികളാണ് നമ്മളെല്ലാം എന്നുള്ള യാഥാർത്ഥ്യ ബോധത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം. ആ സട്ടാവായി ഉടയത്തമ്പുരാനെ മാത്രം ആരാധിക്കുക എന്ന സത്യത്തിലേക്ക് മടങ്ങി വരണം. ലോകത്ത് ദൈവമുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ട് എന്ന് എല്ലാ മതവിശ്വാസികളും ഒരേ സ്വരത്തിൽ മറുപടി പറയുമ്പോൾ എത്ര എന്ന ചോദ്യത്തിന് എത്രയെത്ര മറുപടികളാണ് മതവിശ്വാസികൾക്ക് പറയാനുള്ളത്? 1, 2, 3, 4, 30 കോടി എന്ന് തുടങ്ങി ഒരുപാട് മറുപടികൾ. എന്നാൽ സട്ടാവായി ഉടയത്തമ്പുരാൻ ഉണ്ടോ എന്ന ചോദ്യത്തിന് ഒരേ സ്വരത്തിൽ മതവിശ്വാസികൾ ഉണ്ട് എന്ന് മറുപടി പറയുമ്പോൾ എത്ര എന്ന ചോദ്യത്തിന് പ്രമാണങ്ങൾക്ക് പറയാനുള്ള മറുപടി 1 എന്നാണ്. ഒരൊറ്റ ദൈവമെന്ന്, ഒരേ ഒരു ദൈവമെന്ന്, ഏകദൈവ വിശ്വാസത്തെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ മതദാർശനിക പ്രമാണങ്ങളെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത്.
എന്നാൽ ഈ മഹിതമായ ആശയത്തിൽ നിന്നും ആദർശത്തിൽ നിന്നും വ്യതിചലിച്ചു പോവുകയാണ് ചെയ്യുന്നത് ജനം, മതവിശ്വാസികൾ. അതുകൊണ്ട് പ്രമാണങ്ങളിലേക്ക് മടങ്ങുക. സട്ടാവായ ഉടയ തമ്പുരാന്റെ ഏകത്വത്തെക്കുറിച്ച് പറയുകയാണ് യഥാർത്ഥത്തിൽ മഹാനിർവഹണ സ്തോത്രം. തദേകം സ്മരാമസ്തദേകം ജപാമ തദേകം ജഗത്സാക്ഷി രൂപം നമോ നമ. സട്ടാവായ ഉടയ തമ്പുരാൻ ഏകനാണ്. അവനെ മാത്രം സ്മരിക്കട്ടെ, അവനെ മാത്രം ഞങ്ങൾ ജപിക്കട്ടെ, അവനെ മാത്രം ഞങ്ങൾ ആരാധിക്കട്ടെ എന്ന വരികളാണ് മഹാനിർവഹണ സ്തോത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ദൈവം തമ്പുരാന്റെ ഏകത്വത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന, പരിചയപ്പെടുത്തുന്ന മഹാനിർവഹണ സ്തോത്രം ഒരു വശത്ത്, എന്നാൽ 33 കോടി ദൈവസങ്കല്പങ്ങളുമായി മതവിശ്വാസികൾ മറ്റൊരു വശത്ത്. ഇസ്രായേലെ കേട്ടാലും നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കണമെന്ന് ബൈബിൾ പഴയ നിയമ പുസ്തകം ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിന് 4-ാമത്തെ വചനത്തിൽ മോസസ് പഠിപ്പിച്ചതെന്തോ അതേ ആശയം, അതേ ആദർശം പുതിയ നിയമ പുസ്തകം മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വചനത്തിൽ യേശുവും പഠിപ്പിക്കുന്നു. എന്നാൽ സങ്കടകരമെന്ന് പറയട്ടെ, തൃത്വദൈവ സങ്കല്പങ്ങളിലാണ് മതവിശ്വാസികൾ ഇന്ന് മാറി നിൽക്കുന്നത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു 2-ാം സൂറ ബഖറയിലെ 162-ാമത്തെ വചനത്തിലൂടെ വഇലാഹുക്കും ഇലാഹു വാഹിദ് ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം. നിങ്ങളുടെ ആരാധ്യൻ ഏക ആരാധ്യൻ മാത്രമാണ്, അവൻ പരമകാരുണ്യകനും കരുണാവാരുതിയുമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ശുദ്ധ ഏകദൈവ ആരാധനയിലേക്ക് മടങ്ങി വരിക. ഇണക്കവും ഐക്യവും സർവോപരി മോക്ഷവും നമുക്ക് സാധ്യമാകണമെങ്കിൽ ശുദ്ധ ഏകദൈവ ആരാധനയിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. സട്ടാവായ ഉടയ തമ്പുരാനെ മാത്രം ആരാധിക്കുക. സൃഷ്ടികളെ ആരാധിക്കുന്ന എല്ലാ അർത്ഥത്തിലുമുള്ള സൃഷ്ടിപൂജയിലേക്ക് പോയി പോകുന്ന ദുരന്തത്തിൽ നിന്ന് എല്ലാ അർത്ഥത്തിലും നാം ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട്. സട്ടാവായ ഉടയ തമ്പുരാനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ മന്ത്രങ്ങളും പ്രാർത്ഥനാ ഗീതങ്ങളുമാണ് യഥാർത്ഥത്തിൽ വേദ ദാർശനിക പ്രമാണങ്ങളിലെല്ലാം നമുക്ക് വായിക്കാൻ കഴിയുന്നത്. സട്ടാവിന്റെ മുന്നിൽ മുട്ടുകുത്തി നിറകണ്ണുകളോടെ പ്രാർത്ഥിക്കുന്ന യേശുവിനെ ബൈബിൾ പരിചയപ്പെടുത്തുന്നു. പിതാവേ, ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന, മുട്ടുകുത്തി കമിഴ്ന്നു വീണ് നിറകണ്ണുകളോടെ തന്റെ വിയർപ്പ് കണങ്ങൾ പോലും രക്തകണങ്ങളാകുമാറ് പടയുന്ന ഹൃദയവുമായി, നിറഞ്ഞൊഴുകുന്ന കണ്ണുകളുമായി, വിറക്കുന്ന അതരങ്ങളുമായി യേശു പ്രാർത്ഥിക്കുന്നത് ഈ വിശ്വമഹാപ്രപഞ്ചത്തിന്റെ നാഥനോടാണ്. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 42 മുതൽ 40 കൂടി വരെയുള്ള പ്രാർത്ഥനാ മന്ത്രങ്ങളിൽ നമുക്കിത് വായിക്കാൻ കഴിയും. സട്ടാവായ ഉടയ തമ്പുരാനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ മന്ത്രങ്ങളാണ് ബൃഹദാരണ്യകോപനിഷത്തിൽ 1-ാം അധ്യായത്തിന്റെ 3-ാം ബ്രാഹ്മണത്തിൽ 27-ാമത്തെ മന്ത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ഓം അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോമ അമൃതംഗമയ. ഓം, തുടക്കവും ഒടുക്കവും ഇല്ലാത്ത ശക്തിയെ, എന്നെന്ന് നിലനിൽക്കുന്ന പരബ്രഹ്മത്തെ വിളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന. അസതോമ സദ്ഗമയ, നീ ഞങ്ങൾ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നയിക്കണമേ. തമസോമ ജ്യോതിർഗമയ, തമസിൽ നിന്ന് ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കണമേ. മൃത്യോമ അമൃതംഗമയ, മൃത്യുവിൽ നിന്ന് മരണത്തിൽ നിന്ന് അമൃതംഗമയ, അമരത്വത്തിലേക്ക് നയിക്കണമേ എന്ന പ്രാർത്ഥനാ മന്ത്രങ്ങൾ. ആരോടാണ് പ്രാർത്ഥന? സൃഷ്ടികളോടല്ല, മറിച്ച് ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥനോട്. വിശുദ്ധ ഖുർആനാകട്ടെ 2-ാം സൂറ ബഖറയിലെ 21-ാമത്തെ വചനത്തിലൂടെ യാ യുഹന്നാസു അബ്ദു റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അല്ലയോ ജനങ്ങളെ, നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങളുടെ മുൻഗാമികളെ സൃഷ്ടിച്ച നിങ്ങളുടെ സട്ടാവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക. ഇതുമാത്രമാണ് ഐക്യത്തിനുള്ള മാർഗം, ഇത് മാത്രമാണ് മോക്ഷത്തിനുള്ള മാർഗം, ഇത് മാത്രമാണ് ധർമ്മനിഷ്ഠയിൽ അധിഷ്ഠിതമായി ജീവിതത്തെ പരിവർത്തിപ്പിക്കുവാനുള്ള ഏകമാർഗം എന്ന് പഠിപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആൻ സൂറ ബഖറയിലെ 21-ാമത്തെ ആയത്തിലൂടെ. അതുകൊണ്ട് സൃഷ്ടി പൂജയിൽ നിന്ന് മാറി ചിന്തിക്കണം. സട്ടാവായ ഉടയ തമ്പുരാനെ മാത്രം ആരാധിക്കണം. സട്ടാവായ ഉടയ തമ്പുരാനെ അല്ലാതെ മറ്റിതര വ്യക്തികളെ, ശക്തികളെ ആരാധിച്ചാൽ സട്ടാവിന്റെ ഏകത്വത്തിലോ അവന്റെ അത്യുതികതയിലോ അവന്റെ നാമഗുണ വിശേഷണങ്ങളിലോ മറ്റു വ്യക്തികളെ, ശക്തികളെ, സൃഷ്ടികളെ പങ്കുകാരെ ചേർത്താൽ അവർക്ക് സ്വർഗം നിഷിദ്ധമാണ്. ഒരിക്കലും മോക്ഷപ്രാപ്തി സാധ്യമല്ല. ഒരർത്ഥത്തിലും രക്ഷ നേടിയെടുക്കാനാവില്ല. ഒരു കാലത്തും മാനവരാശിക്കിടയിൽ ഐക്യവും ഇണക്കവും സാഹോദര്യവും നിലനിൽക്കില്ല. അതുകൊണ്ട് സൃഷ്ടിപൂജ വെടിയുക. സട്ടാവായ ഉടയ തമ്പുരാനെ മാത്രം ആരാധിക്കുക. സൃഷ്ടിപൂജ കൊടിയ അപരാധമായി പരിചയപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ മതദാർശനിക പ്രമാണങ്ങൾ, വേദപ്രമാണങ്ങൾ. അന്തം തമ പ്രവിശന്തിയെ സംഭൂതി മുബാസദേ തതോ പൂയ ഇവദേ തമോയ ഉസംഭൂതി അമൃത. ഈശാവാസ്യോപനിഷത്തിന്റെ 12-ാമത്തെ വചനത്തെ വിശദീകരിക്കുകയാണ് സ്വാമി ദയാനന്ദ സരസ്വതി അദ്ദേഹത്തിന്റെ സത്യാർത്ഥ പ്രകാശത്തിൽ. ജനിച്ച, മരിച്ച, ജീവിച്ച ഒന്നിനെയും ആരാധിക്കരുത് സട്ടാവായ ഉടയ തമ്പുരാനെ അല്ലാതെ. സട്ടാവിനെ അല്ലാതെ ഒരു ശക്തിയെയും ആരാധിക്കരുത്. സൃഷ്ടികളെയാണ് ആരാധിക്കുന്നെങ്കിൽ അവർക്കൊരു കാലത്ത് മോക്ഷം സാധ്യമല്ല എന്ന് പഠിപ്പിക്കുന്ന ഈശാവാസ്യോപനിഷത്തിന്റെ 12-ാമത്തെ വചനം. അതെ, ആവർത്തന പുസ്തകം 5-ാം അധ്യായത്തിൽ 7 മുതൽ 9 കൂടിയ വരികളിൽ
യഹോവ മോസസിനോട് പഠിപ്പിക്കുന്നു, മോസസ്, ഞാനല്ലാതെ മറ്റ് ദേവന്മാർ നിനക്കുണ്ടാകരുത്. മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിൽ വെള്ളത്തിലോ ഒന്നിന്റെയും രൂപം നീ ഉണ്ടാക്കരുത്. അവയുടെ മുന്നിൽ നീ തലകുനിക്കുകയോ അവയെ സേവിക്കുകയായിരുന്നു. കാരണം ഞാനാകുന്നു നിന്റെ ദൈവമായ കർത്താവ്, ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. സൃഷ്ടിപൂജ ചെയ്യരുത് എന്നും ഒന്നിന്റെയും രൂപവും വിഗ്രഹങ്ങളും ഉണ്ടാക്കരുത് എന്നും അവയുടെ മുന്നിൽ സ്വന്തത്തെ സമർപ്പിക്കരുത് എന്നും അവയെ സേവിക്കരുത് എന്നും അവയെ ആരാധിക്കരുത് എന്നും സട്ടാവായി ഉടക തമ്പുരാനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് ഖണ്ഡിതമായി പഠിപ്പിക്കുകയാണ് സാക്ഷാൽ യഹോവ മോസസിനെ. ആവർത്തന പുസ്തകം 5-ാം അധ്യായത്തിൽ 7 മുതൽ 9 കൂടിയ വരികളിൽ വിശുദ്ധ ഖുർആൻ പറയുന്നു. 5-ാം അധ്യായം മാഇദയിലെ 72-ാമത്തെ വചനത്തിലൂടെ വഇന്നഹു മയുശ്രികു ബില്ലാഹി ഫഖദ ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ആരെങ്കിലും സട്ടാവിന്റെ ഏകത്വത്തിലോ അദ്വിതീയതയിലോ നാമഗുണ വിശേഷണങ്ങളിലോ പങ്കുകാരെ ചേർത്താൽ അവർക്ക് സ്വർഗം നിഷിദ്ധമാണ് എന്നും നരകം സുനിശ്ചിതമാണ് എന്നും വിശുദ്ധ ഖുർആൻ ലോകത്തെ താക്കീത് ചെയ്യുന്നു. അതുകൊണ്ട് മനുഷ്യർക്കിടയിൽ ഇണക്കവും ഐക്യവും ഉണ്ടാകണമെങ്കിൽ ശുദ്ധ ഏകദൈവാരാധനയിലേക്ക് മടങ്ങി വരണം. മാനവരാക്ഷിക്ക് മോക്ഷപ്രാപ്തി സാധ്യമാകണമെങ്കിൽ ശുദ്ധ ഏകദൈവാരാധനയിലേക്ക് മടങ്ങി വരണമെന്ന് ഈ മഹിതമായ ആശയത്തെ, ആദർശത്തെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടിയാണ് ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് മാനവ ഐക്യത്തിന്റെ സന്ദേശവുമായും മാനവ സാഹോദര്യത്തിന്റെ സന്ദേശവുമായും മോക്ഷത്തിന്റെ സന്ദേശവുമായി മോക്ഷത്തിലേക്കുള്ള വഴിമാർഗത്തെക്കുറിച്ച് പഠിപ്പിക്കുവാനായി നിരവധി അനവധി ദൈവദൂതന്മാർ കടന്നു വന്നു. താക്കീതുകാരന്മാർ കടന്നുപോവാത്ത ഒരു സമൂഹവും ലോകത്ത് കടന്നുപോയിട്ടില്ല എന്ന് 35-ാം അധ്യായം സൂറ ഫാത്തിറിന്റെ 24-ാമത്തെ ആയത്തിലൂടെ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. വലികുല്ലി ഉമ്മത്തി റസൂൽ, ഏതൊരു ഉമ്മത്തിലേക്കും ഓരോ സമുദായത്തിലേക്കും ഓരോ പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ട് എന്ന് ഖുർആൻ 10-ാം അധ്യായം യൂനുസിന്റെ 47-ാമത്തെ വചനത്തിൽ പഠിപ്പിക്കുന്നു. വലികുല്ലി ഖൗമിൻ ഹാദ്, ഏതൊരു സമുദായത്തിലേക്കും ഓരോ മാർഗദർശകന്മാർ കടന്നു വന്നിട്ടുണ്ട് എന്ന് ഖുർആൻ 13-ാം അധ്യായം റഅദിന്റെ 9-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നു. ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് മാനവ ഐക്യത്തിന്റെ സന്ദേശവുമായും മാനവ സഹോദരത്തിന്റെ സന്ദേശവുമായി മോക്ഷം നേടിയെടുക്കുവാനുള്ള വഴിമാർഗത്തെ ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുവാനായും ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് കടന്നു വന്ന നിരവധി അനവധി പ്രവാചകന്മാർ. ആ പ്രവാചക ശൃംഖലയിലെ തുടക്കക്കാരനാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം. തുടർന്ന് അങ്ങോട്ട് നോഹ പ്രവാചകനും അതോടൊപ്പം തന്നെ അബ്രഹാമും ലോത്തും ഇസ്മായേലും ഇസ്ഹാഖും മോസസും ജീസസും തുടങ്ങി ഒടുവിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ എത്തി നിൽക്കുന്ന ദൈവദൂതന്മാരുടെ ചങ്ങല. ആ പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ കണ്ണിയാണ് യഥാർത്ഥത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകട്ടെ ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് കടന്നു വന്ന നിരവധി അനവധി പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ അന്തിമ പ്രവാചകനായി വിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തുമ്പോൾ പലപ്പോഴും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പലരും നോക്കിക്കാണുന്നത് അദ്ദേഹം മുസ്ലിങ്ങളുടെ ഒരു പ്രത്യേക നേതാവ്, അല്ലെങ്കിൽ അറബികളെ പരിവർത്തിപ്പിക്കാൻ കടന്നു വന്ന കേവലം ഒരു പരിഷ്കർത്താവ് അല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. വമാ അർസൽനാക ഇല്ലാ കാഫത്തൽ ലിന്നാസി ബശീറൻ വനദീറ വലാകിൻ അക്തറൻ നാസി ലാ യഅലമൂൻ. ഖുർആനിലെ 34-ാം അധ്യായം സൂറ സബഇന്റെ 28-ാമത്തെ വചനത്തിൽ മാനവരാശിക്ക് സ്വർഗത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കാൻ, നരകത്തെക്കുറിച്ചുള്ള താക്കീത് നൽകാൻ സട്ടാവിനാൽ നിയോഗിതനായ പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാകട്ടെ പ്രവാചക ശൃംഖലയിൽ അവസാനത്തെ കണ്ണി എന്ന് ഖുർആൻ 33-ാം അധ്യായം സൂറ അഹ്സാബിന്റെ 40-ാമത്തെ വചനത്തിലൂടെ അടിവരയിട്ട് പഠിപ്പിക്കുന്നു. അതെ, മാകാന മുഹമ്മദുൻ അബാ അഹദി മിൻ റിജാലിക്കും വലാകിൻ റസൂലല്ലാഹ് വഖാതമൻ നബിയ്യീൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കൂട്ടത്തിലെ ആരുടെയും പിതാവല്ല, അദ്ദേഹം അല്ലാഹുവിന്റെ പ്രവാചകനും പ്രവാചക ശൃംഖലയിൽ അന്തിമനുമാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. ലോകങ്ങളുടെ നാഥൻ പഠിപ്പിക്കുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെന്ന്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകട്ടെ കാരുണ്യത്തിന്റെ പ്രവാചകനാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകത്തിന് കാരുണ്യമായി കൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം. 21-ാം അധ്യായം അൽ അംബിയ, പ്രവാചകന്മാർ എന്ന അധ്യായത്തിന്റെ 107-ാമത്തെ വചനത്തിലൂടെ നമുക്കിത് വായിക്കാൻ കഴിയുന്നു. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിശേഷ സ്വഭാവ ഗുണങ്ങളെ കുറിച്ച് ഖുർആൻ 68-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വചനത്തിൽ വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, അത്യുത്തമ സ്വഭാവ ഗുണത്തിനുടമയാണ് താങ്കളെന്ന് ലോകങ്ങളുടെ നാഥൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തുന്നു. എല്ലാ സദ്ഗുണങ്ങളുടെയും സംഗമ കേന്ദ്രം, എല്ലാ നന്മകളും പഠിപ്പിക്കുകയും എങ്ങനെയാകണം നന്മയുടെ നിറകുടമായി ജ്വലിച്ചു നിൽക്കേണ്ടത് എന്ന് സ്വന്തം ജീവിതത്തിലൂടെ പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചക ജീവിതത്തിൽ മാതൃകയുണ്ട് എന്ന് ഖുർആൻ 33-ാം അധ്യായം അഹ്സാബിന്റെ 21-ാമത്തെ വചനത്തിൽ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് അനുഭവമായ മാതൃകയുണ്ട് എന്ന് മാനവരാശിയോടാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ പഠിപ്പിച്ചത് മാനവ സാഹോദര്യമാണ്.
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ ക്ഷണിച്ചത് മാനവ ഐക്യത്തിലേക്കാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് നയിച്ചത് എല്ലാ അർത്ഥത്തിലുമുള്ള മോക്ഷത്തിലേക്കാണ്, സ്വർഗപ്രവേശനത്തിലേക്കാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ താക്കീത് ചെയ്തത് അതേ കത്തിജ്വലിക്കുന്ന നരകശിക്ഷയെ കുറിച്ചാണ്. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് മാതൃകയാണ്. ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് കടന്നു വന്ന പ്രവാചക ശൃംഖലയിൽ അവസാനത്തെ കണ്ണിയുമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ലോകം കേട്ട സന്ദേശം നന്മയുടെയും സമാധാനത്തിന്റെയും കാരുണ്യത്തിന്റെയും സന്ദേശമാണ്. ഇർഹമു മൻ ഫിൽ അർള് യർഹമുകും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുന്ന പക്ഷം ഉപരിയിലുള്ള കാരുണ്യവാനായ നാഥന്റെ കരുണ ലഭിക്കുമെന്ന് ലോകത്തെ പഠിപ്പിച്ചു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. പഠിപ്പിക്കുക മാത്രമല്ല, സ്വന്തം ജീവിതത്തിൽ എങ്ങനെയാണ് കരുണ കാണിക്കേണ്ടത് എന്ന് പ്രായോഗികവൽക്കരിച്ച് കാണിക്കുകയും ചെയ്തു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. നന്മയും തിന്മയും സമമാവില്ല എന്നും തിന്മയ്ക്കെതിരെ നന്മ കൊണ്ട് പ്രതികരിക്കണമെന്നും എങ്കിൽ കഠിന ശത്രു പോലും ഉറ്റമിത്രമായി തീരുമെന്നും പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പഠിപ്പിക്കുക മാത്രമല്ല, എങ്ങനെയാണ് തിന്മയ്ക്കെതിരെ നന്മ കൊണ്ട് പ്രതികരിക്കേണ്ടത് എന്നതിന് സ്വന്തം ജീവിതം തന്നെ മാതൃകയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത പുസ്തകം തുറന്നു വെക്കപ്പെട്ടിരിക്കുന്നു ലോകത്തിന്റെ മുന്നിൽ. നാം അറിയണം, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വർഗീയതയുടെ അടിവേരുകൾ പിഴുതെറിഞ്ഞു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. വർഗീയതയ്ക്ക് വേണ്ടി വാദിക്കുന്നവൻ, കോപിക്കുന്നവൻ, അതിനുവേണ്ടി വാളെടുക്കുന്നവൻ, അതിന്റെ പേരിൽ കൊല്ലപ്പെടുന്നവന്റെ മരണം ജാഹിലിയ മരണമെന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വർഗീയതയ്ക്കെതിരെ കർക്കശമായ നിലപാട് സ്വീകരിക്കുകയും വർഗീയതയുടെ അടിവേരുകൾ പിഴുതെറിയുകയും ചെയ്തു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുള്ള പ്രവാചകൻ എങ്ങനെയാണ് വർഗീയവാദിയാവുക? അങ്ങനെ നന്മക്ക് വേണ്ടി നിലകൊണ്ട കാരുണ്യത്തിന്റെ സന്ദേശത്തെ ലോകത്തെ പഠിപ്പിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് തീവ്രവാദ ചിന്തയുടെ പ്രചാരകനാകുക? എന്നിട്ടും പലരും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രതിപട്ടികയിൽ ചേർക്കുന്നു. തീവ്രവാദ ചിന്തകൾക്ക് പ്രചോദനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരികളെന്ന് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനത്തെ സമാധാനത്തിന്റെ വഴിയിലേക്ക് ക്ഷണിച്ചു. എല്ലാ അർത്ഥത്തിലും മോക്ഷത്തിലേക്കുള്ള വഴിയും വെളിച്ചവും കാണിച്ചു കൊടുത്തു. സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന സകല നന്മകളും പഠിപ്പിച്ചു തന്നു. നരകത്തിന് രക്ഷപ്പെടാൻ ഉതകുന്ന എല്ലാ അർത്ഥത്തിലുള്ള താക്കീതുകളും നിർദ്ദേശങ്ങളും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തു തന്നു. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ലോകം കണ്ട കേട്ട ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആനാകട്ടെ, പലപ്പോഴും വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പലരുടെയും ധാരണ അത് മുസ്ലിങ്ങളുടെ ഒരു പ്രത്യേക ഗ്രന്ഥം അല്ല, അല്ലെങ്കിൽ അറബികൾക്ക് മാത്രമായി പ്രത്യേകമായി അവതരിപ്പിക്കപ്പെട്ട, അല്ലെങ്കിൽ അറബികൾക്കിടയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട അക്കാലഘട്ടത്തിലെ ഒരു ഗ്രന്ഥം അല്ല. അങ്ങനെ കേവലം ഒരു പ്രത്യേക കാലഘട്ടത്തിലെ ഗ്രന്ഥമല്ല, അല്ലെങ്കിൽ ഒരു പ്രത്യേക ജനവിഭാഗത്തിന് വഴി കാണിച്ചു കൊടുക്കുവാനുള്ള ഗ്രന്ഥമല്ല വിശുദ്ധ ഖുർആൻ. മറിച്ച് മാനവരാശിക്കുള്ള മാർഗദർശക ഗ്രന്ഥമാണിത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഈ ഗ്രന്ഥത്തിന്റെ എഴുത്തുകാരൻ, ഗ്രന്ഥകർത്താവ് മുഹമ്മദ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച ആളുകൾ അന്നും ഇന്നും ഇപ്പോഴും നമുക്കിടയിൽ. എന്നാൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ. ഖുർആൻ 26-ാമത്തെ സൂറ ശൂറാന്റെ 192-ാമത്തെ വചനത്തിൽ ഇതിന്റെ ഗ്രന്ഥകർത്താവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ല, ഈ ഗ്രന്ഥത്തിന്റെ നാഥൻ, ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥനാണ് എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നു. ലോകങ്ങളുടെ ഉടയ തമ്പുരാനിൽ നിന്നും അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണിത് എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നു. ലോകത്ത് ഏത് മതഗ്രന്ഥമുണ്ട് സ്വയം ദൈവികമെന്ന് പ്രഖ്യാപിക്കുന്ന, സ്വയം ദൈവികമെന്ന് എല്ലാ അർത്ഥത്തിലും ശക്തമായി പ്രഖ്യാപിക്കുന്ന ഏത് മതഗ്രന്ഥമുണ്ട് ലോകത്ത്? ആ വിശുദ്ധ ഖുർആൻ ഇതാ വഴി കാണിക്കുന്നു. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതി ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും അജ്റൻ കബീറ. വിശ്വസിക്കുന്ന സൽക്രമകാരികൾക്ക് ഉന്നതമായ പ്രതിഫലത്തെക്കുറിച്ച് വാഗ്ദാനം നൽകുന്ന സന്തോഷ വാർത്ത അറിയിക്കുന്ന ജനങ്ങളെ നേരായ ചൊവ്വായ വഴിയിലേക്ക് വഴി വെളിച്ചം കാണിച്ചു കൊടുക്കുന്ന മാർഗദർശക ഗ്രന്ഥം ഇതാ വിശുദ്ധ ഖുർആനിലെ 17-ാമത്തെ സൂറ ഇസ്രാഈന്റെ 9-ാമത്തെ വചനം. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വഇന്നാ ലഹു ലഹാഫിദൂൻ. നാം അവതരിപ്പിച്ച ഈ ഗ്രന്ഥത്തെ നാം തന്നെ സംരക്ഷിക്കുമെന്ന പ്രഖ്യാപനം നടത്തുന്നു ലോകങ്ങളുടെ നാഥൻ. വിശുദ്ധ ഖുർആൻ 15-ാം അധ്യായം സൂറ ഹിജ്റിന്റെ 9-ാമത്തെ ആയത്തിലൂടെ ഈ വിശുദ്ധ വേദഗ്രന്ഥമാകട്ടെ കൈകടത്തലുകളില്ലാതെ, പോരായ്മകളില്ലാതെ, ന്യൂനതകളില്ലാതെ, തകരാറുകളില്ലാതെ ജ്വലിച്ചു നിൽക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നു. ഒരർത്ഥത്തിലുള്ള വൈരുദ്ധ്യങ്ങളും ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നില്ല. ഖുർആൻ വെല്ലുവിളിക്കുന്നു, അഫല യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ് ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. ദൈവികമല്ലായിരുന്നുവെങ്കിൽ നിരവധി അനവധി വൈരുദ്ധ്യങ്ങളും തകരാറുകളും പോരായ്മകളും പുഴുക്കുത്തുകളും കണ്ടെത്താൻ കഴിയുമായിരുന്നു അവർക്കതിൽ. പക്ഷേ ഒരു തകരാറുമില്ല. ശാസ്ത്രത്തിന്റെ ചരിത്രത്തിന്റെ മറ്റേത് തലങ്ങളിലുള്ള ഏതേത് തലങ്ങളിലും പരിശോധിച്ചു നോക്കിയാലും ഒരർത്ഥത്തിലുള്ള പാകപ്പഴവുകളോ വൈരുദ്ധ്യങ്ങളോ തകരാറുകളോ ന്യൂനതകളോ കെട്ടുകുടുക്കുകളോ ഒന്നുമില്ലാതെ കൃത്യമായി
മാനവർക്ക് മാർഗദർശനം നൽകുന്ന ഗ്രന്ഥമായി ജ്വലിച്ചു നിൽക്കുന്നു ഖുർആൻ. ഖുർആന്റെ വെല്ലുവിളിയാണ് 4-ാം അധ്യായം സൂറ നിസാഇന്റെ 82-ാമത്തെ വചനം. അതേസമയം വിശുദ്ധ ഖുർആനിന് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ, അത് തോറയാകട്ടെ, ഇഞ്ചീലാകട്ടെ, സബൂറാകട്ടെ, പല ഗ്രന്ഥങ്ങളും വിശുദ്ധ ഖുർആനിന് മുമ്പ് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമുക്കിടയിലും പല മതഗ്രന്ഥങ്ങളുമുണ്ട്. പലപ്പോഴും അതിൽ ആശയങ്ങൾ തമ്മിലുള്ള പല വൈരുദ്ധ്യങ്ങൾ, ആദർശങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ, പല വചനങ്ങൾ ഒരു കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു, കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആ വചനങ്ങളിലില്ല, അതിനു പകരം മറ്റു കുറെ വചനങ്ങൾ. അങ്ങനെ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ, ഒരുപാട് വചനങ്ങളുടെ നഷ്ടങ്ങൾ, ഒരുപാട് വചനങ്ങളുടെ കൈകടത്തലുകൾ, അതേപോലെ കൂട്ടിച്ചേർക്കലുകൾ, അങ്ങനെ അങ്ങനെ അങ്ങനെ. എന്നാൽ ഖുർആനിൽ അങ്ങനെയൊരു കൂട്ടിച്ചേർക്കലുകളില്ല. അങ്ങനെ വിശുദ്ധ ഖുർആനിൽ ഒരർത്ഥത്തിലുള്ള വൈരുദ്ധ്യങ്ങളും കാണാൻ കഴിയുന്നില്ല. വിശുദ്ധ ഖുർആനാകട്ടെ സട്ടാവായുടെ തമ്പുരാൻ അവതരിപ്പിച്ച ഗ്രന്ഥമായതുകൊണ്ട് തന്നെ ആ ദൈവികതയാൽ ലോകാവസാനം വരെ അത് നിലനിൽക്കുക തന്നെ ചെയ്യും. فَوَيْلٌ لِلَّذِينَ يَكْتُبُونَ الْكِتَابَ بِأَيْدِيهِمْ ثُمَّ يَقُولُونَ هَذَا مِنْ عِنْدِ اللَّهِ لِيَشْتَرُوا بِهِ ثَمَنًا قَلِيلًا فَوَيْلٌ لَهُم مِّمَّا كَتَبَتْ أَيْدِيهِمْ وَوَيْلٌ لَهُم مِّمَّا يَكْسِبُونَ. തങ്ങളുടെ കരങ്ങൾ കൊണ്ട് ഗ്രന്ഥം എഴുതിയുണ്ടാക്കി പലതും അടർത്തി മാറ്റി പലതും കൂട്ടിച്ചേർത്ത് സ്വാർത്ഥ താല്പര്യങ്ങൾ നിലനിർത്തുവാനുള്ള ശ്രമങ്ങൾ പല പുരോഹിത വർഗവും ചെയ്തു എന്നാണ് ഖുർആൻ പറയുന്നത്. ഇതുപോലെ പലയർത്ഥത്തിലുള്ള വൈരുദ്ധ്യങ്ങൾക്കും കൈകടത്തലുകൾക്കും വിധേയമായ ഒരുപാട് ഗ്രന്ഥങ്ങൾ. എന്നാൽ കൈകടത്തലുകൾക്ക് വിധേയമാകാതെ അവതരിപ്പിക്കപ്പെട്ട അതേ പൂർണ്ണതയിൽ, അവതരിപ്പിക്കപ്പെട്ട അതേ തനിമയിൽ, അവതരിപ്പിക്കപ്പെട്ട ഔജ്ജലമായ പ്രകാശത്താൽ, അവതരിപ്പിക്കപ്പെട്ട അതേ ചൈതന്യത്തിൽ, അതേ ആദർശ ഔന്നത്യത്തിൽ ഇന്നും നമുക്കിടയിൽ ജ്വലിച്ചു നിൽക്കുകയാണ് ഖുർആൻ. നമുക്ക് പരിശോധിക്കാം. ആ വിശുദ്ധ ഖുർആനും ജനങ്ങളെ ക്ഷണിക്കുന്നത് ആത്യന്തികമായി സമാധാനത്തിലേക്കാണ്. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. സമാധാനത്തിന്റെ ഭവനത്തിലേക്കാണ് വിശുദ്ധ ഖുർആന്റെ ക്ഷണം. വർഗീയതയിലേക്കല്ല, തീവ്രവാദത്തിലേക്കല്ല, സങ്കുചിത ചിന്തകളിലേക്കല്ല, മറിച്ച് ഐക്യത്തിലേക്കും മാനവ സഹോദര്യത്തിലേക്കും സർവോപരി സമാധാനത്തിലേക്കും മോക്ഷത്തിലേക്കുമാണ് വിശുദ്ധ ഖുർആനിന്റെ ക്ഷണം. നാം അറിയുക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരും ലോകത്തെ പഠിപ്പിച്ചത് സമാധാനത്തിന്റെ സന്ദേശമാണ്, സമാധാനത്തിന്റെ ആദർശമാണ്, സമാധാനത്തിന്റെ മാർഗമാണ്. ആ മാർഗമാകട്ടെ സട്ടാവായി ഉടയതമ്പുരാൻ എന്നുള്ള മാർഗമാണ്. സമാധാനത്തിന്റെ മാർഗമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം. ഇസ്ലാം എന്ന് വച്ചാൽ തന്നെ സമാധാനമെന്ന്, ശാന്തി, സമാധാനം എന്ന അർത്ഥ താല്പര്യം ഉൾക്കൊള്ളുന്ന സിൽമിൽ നിന്നാണ് ഇസ്ലാം നിഷ്പന്നമാകുന്നത്. അതെ, ഏകനായ സട്ടാവിന് സ്വന്തത്തെ സമ്പൂർണമായും സമർപ്പിക്കുക വഴി കരഗതമാകുന്ന ശാന്തിയാണ്, സമാധാനമാണ് ഇസ്ലാം. എങ്കിൽ ആരാണ് മുസ്ലിം? ഏകനായ സട്ടാവിന് സ്വന്തത്തെ സമ്പൂർണമായി സമർപ്പിക്കുന്നവരെയാണ് വിശുദ്ധ ഖുർആൻ മുസ്ലിം എന്ന് പരിചയപ്പെടുത്തുന്നത്. ലോകത്ത് പരസ്പരം കണ്ടുമുട്ടിയാൽ ശാന്തിക്കും സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന അഭിവാദ്യ വചനങ്ങൾ പോലും മുന്നോട്ട് വെക്കുന്ന ഒരു മതം എവിടെ? ഇസ്ലാം അല്ലാതെ. പരസ്പരം കണ്ടുമുട്ടിയാൽ അസ്സലാമു അലൈക്കും എന്ന് പ്രാർത്ഥിക്കണം, എന്ന് അഭിവാദ്യം ചെയ്യണമെന്ന് പഠിപ്പിച്ച മതം. തിരിച്ചും വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹ്, സട്ടാവിൽ നിന്നുള്ള ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനാ മന്ത്രം. ലോകത്ത് വ്യത്യസ്തങ്ങളായ മതങ്ങൾ, മതവിഭാഗങ്ങൾ, വ്യത്യസ്തങ്ങളായ അഭിവാദ്യങ്ങൾ. എവിടെയാണ് ശാന്തിക്കും സമാധാനത്തിന് വേണ്ടിയുള്ള ഒരു അഭിവാദ്യവും പ്രാർത്ഥനയും നമുക്ക് കാണാൻ കഴിയുക? ഇങ്ങനെ പഠിപ്പിക്കപ്പെട്ട ഒരു മതത്തിന്റെ അനുയായികൾക്ക് എങ്ങനെയാണ് മാനവ ഐക്യത്തെയും സാഹോദര്യത്തെയും തച്ചു തകർക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് കാലെടുത്തു വെക്കാനാവുക? സമാധാനത്തിനുള്ള പ്രാർത്ഥനാ മന്ത്രങ്ങൾ മുന്നോട്ട് വെക്കുകയാണ് ഇസ്ലാം. ഓരോ നിർബന്ധ ഐച്ഛിക നമസ്കാരത്തിൽ നിന്നൊരു മുസ്ലിമിനെ വിരമിക്കണമെങ്കിൽ പോലും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പ്രാർത്ഥിക്കാതെ വിരമിക്കാനാവില്ല. ലോകത്തെ ലക്ഷക്കണക്കിന് പള്ളികളിൽ കോടിക്കണക്കിന് മുസ്ലിങ്ങൾ ഈ പ്രാർത്ഥനാ മന്ത്രവുമായി കൊണ്ടാണ് നിർബന്ധ ഐച്ഛിക നമസ്കാരങ്ങളിൽ നിന്ന് വിരമിക്കവേ അവർക്കെങ്ങനെയാണ് സമാധാനത്തെ തച്ചു തകർക്കുന്ന തീവ്രവാദത്തിന്റെ വിഷവിത്തുകൾ നെഞ്ചിലേറ്റാനാവുക? ഒരിക്കലുമില്ല. സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നിരന്തരം. നിർബന്ധ നമസ്കാരത്തിന് ശേഷം ഒരു മുസ്ലിമിന്റെ ഹൃദയത്തിന്റെ അകത്തളത്തുനിന്ന് പുറത്തു വരേണ്ട ദിക്റായി പ്രവാചകൻ പഠിപ്പിച്ച ദിക്റുകളിൽ ശ്രദ്ധേയമായ ഒരു ദിക്റാണ് അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത റബ്ബനാ യാ ദൽ ജലാലി വൽ ഇക്റാം. സട്ടാവായി ഉടയ തമ്പുരാനെ, നീയാണ് ശാന്തി, നിന്നിൽ നിന്നാണ് ശാന്തി, നീയാണ് സമാധാനം, നിന്നിൽ നിന്നാണ് സമാധാനം, നീയാണ് രക്ഷ, നിന്നിൽ നിന്നാണ് രക്ഷ. നിരന്തരം ശാന്തിക്കും സമാധാനത്തിനും രക്ഷക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ലോകത്തെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മുസ്ലിങ്ങൾക്ക് എങ്ങനെയാണ് തീവ്രവാദത്തിന്റെ, എങ്ങനെയാണ് ടെററിസത്തിന്റെ, എങ്ങനെയാണ് ഫാസിസത്തിന്റെ വികൃത വിഷവിത്തുകൾ നെഞ്ചിലേറ്റാനാവുക? ഒരിക്കലുമില്ല. എന്നിട്ടും മീഡിയ, എന്നിട്ടും ചില തൽപര കക്ഷികൾ, എന്നിട്ടും ചില ഇരുട്ടിന്റെ ശക്തികൾ, എന്നിട്ടും സത്യത്തിന്റെ ശത്രുക്കൾ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും വിശുദ്ധ ഖുർആനിനെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും പ്രതിപട്ടികയിൽ തുന്നിച്ചേർക്കുവാൻ വേണ്ടി നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തരം ശ്രമങ്ങളെ തിരിച്ചറിയാൻ കഴിയണം. വിശുദ്ധ ഖുർആനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് മുറുകെ പിടിച്ചുകൊണ്ട് ലോകത്തിന്റെ മുന്നിൽ ഇസ്ലാമിന്റെ മഹിതമായ ആശയത്തെ, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മാനവ സഹോദരത്തെ, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മഹിതമായ മാർഗദർശനത്തെ, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന
കൃത്യമായ സത്യത്തെ ലോകത്തിന്റെ മുന്നിൽ പഠിപ്പിക്കാൻ, പരിചയപ്പെടുത്തി കൊടുക്കാൻ, പ്രചരിപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നാം അറിയുക, ഇസ്ലാം ഒരിക്കലും നിർബന്ധ മത പരിവർത്തനത്തിന് ആഹ്വാനം ചെയ്യുന്നില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ കതബയ്യന റുശ്ദു മിനൽ ഗയ്. ഒരർത്ഥത്തിലും മതത്തിൽ ബലപ്രയോഗമില്ല എന്ന് പഠിപ്പിച്ച മതം ഇന്ത്യ. ഇവിടെ മുസ്ലിങ്ങൾ കടന്നു വന്നു. വാളും വടിവാളും കൊണ്ടാണ് അവർ കടന്നു വന്നത്. മലയാള മണ്ണിൽ ഇസ്ലാം വളർന്നു. ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. മലയാളത്തിന്റെ ചരിത്രത്തിൽ ഒരു വാളും വടിവാളും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു മതപരിവർത്തനം ഉണ്ടായിട്ടുണ്ടോ? മറിച്ച് നേർക്ക് നേരെ